തിരുവനന്തപുരത്ത് ആംബുലൻസിൽ നിന്നിറങ്ങി ഓടിയ രോഗി ഓടയിൽ മരിച്ച നിലയിൽ. വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് നെയ്യാറ്റിൻകര സ്വദേശിയായ രോഗി പുറത്തേക്ക് ഓടിയെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. രോഗിക്ക് പേവിഷബാധയുണ്ടോ എന്നാണ് സംശയം. രോഗി പുറത്തേക്ക് ഓടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ആംബുലൻസിൽ നിന്ന് ഇറങ്ങി ഓടിയ രോഗിയാണ് ഓടയിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. റോഡിലൂടെ ഓടുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ രാജ് ഉണ്ട്. അർജുൻ, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ആരുണ്യ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പേവിഷബാധയുടെ ലക്ഷണങ്ങളെ തുടർന്നാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ രാജേന്ദ്രനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ ഈഞ്ചക്കൽ ഭാഗത്തെത്തിയപ്പോൾ ഇദ്ദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. വലിയ രീതിയിലുള്ള അക്രമവാസന ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ജീവനക്കാർ, ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളുകൾ അടക്കം വലിയ രീതിയിൽ ഭയപ്പാടോടെയാണ് പിന്നീട് കണ്ടത്. പിന്നീട് കുറെ സമയത്തേക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നടത്തിയ തെരച്ചിലാണ് ഈ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ഈ പേവിഷബാധ ഏറ്റത് അല്ലെങ്കിൽ മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ സ്ഥിരീകരിക്കാൻ കഴിയൂ. പക്ഷേ കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത് പേവിഷബാധയ്ക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവശനിലയിൽ ആവുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ ഇഞ്ചക്കൽ ഭാഗത്തെത്തിയപ്പോൾ ആംബുലൻസിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അവശനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ ഓടയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവിടെ വെച്ച് മരിച്ച നിലയിൽ കാണുകയാണ് ഉണ്ടായത്. ശരി, അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.